Dear students, now we are moving to the third chapter, pairs of equations. A pair means two, number in two. Then we can start the lesson. A simple question here. The price of 2 pence is 10 rupees. 2 pence cost 10 rupees. Then how much is 1 pen? Price of 1 pen. You can easily find out 1 pen cost 5 rupees. 2 പെന്നിന് 10 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന് എത്ര? 5 രൂപ. You can easily find. Then look at the next question. The price of 1 pen and pencil is 10 rupees. I bought a pen and pencil from a shop and it cost 10 rupees. Then what is the price of pen and pencil? കടയിൽ പോയി ഒരു പെന്നും പെൻസിലും വാങ്ങി 10 രൂപയായി. അങ്ങനെയാണെങ്കിൽ പെന്നിനും പെൻസിലിനും എത്ര വില? എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് ഈസി. മേ ബി ഇറ്റ് ഈസ് 5 and 5. 5 rupees for pen and 5 for pencil. And maybe it is 6 and 4. 6 for pen and 4 for pencil. Maybe it is 7 plus 3. It is not easy to say the accurate answer. പെന്നിനും പെൻസിലും കൂടി 10 രൂപയാണ്. അപ്പോൾ പെന്നിനും പെൻസിലിനും എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വിഷമമാണ്. 5 ആവാം, 6 ആവാം, 7 ആവാം. ഇറ്റ്സ് നോട്ട് ഈസി ടു predict the value. Why it is not easy? In the previous question, in the first question, it is very easy. Now it is not easy. How? Why? It is simply because here only one value is to be find out. Here two values, price of pen and price of pencil, but given only one condition. We have to find two values but given only one condition. For finding two values, we should be given two conditions. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 2 പെന്നിന് 10 രൂപയാണ് എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഒരു പെന്ന് ഒരു വില മാത്രമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഇവിടെ പെന്നിനും പെൻസിലിനും കൂടി 10 രൂപയാണ് എന്ന ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. പക്ഷേ പെന്നിൻ്റെയും പെൻസിലിൻ്റെയും രണ്ടെണ്ണത്തിൻ്റെ വില കണ്ടുപിടിക്കണം. രണ്ടെണ്ണത്തിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ 2 കണ്ടീഷൻ തരണം. അപ്പോൾ ഒരു കണ്ടീഷനും കൂടി ഞാൻ തരാം. എന്താണ് കണ്ടീഷൻ എന്നറിയാമോ? ദ പ്രൈസ് ഓഫ് പെൻ ഈസ് 2 rupees മോർ ദാൻ എ പെൻസിൽ. പെന്നിന് പെൻസിലിനേക്കാൾ 2 രൂപ കൂടുതലാണ് എന്നൊരു രണ്ടാമത്തെ കണ്ടീഷൻ കൂടി തന്നാൽ നിങ്ങൾക്ക് ഉത്തരം എളുപ്പത്തിൽ പറയാൻ പറ്റും. എത്രയായിരിക്കും പെന്നിൻ്റെയും പെൻസിലിൻ്റെയും വില? 2 കൂട്ടിയാൽ 10 കിട്ടണം. പിന്നെ 2 തമ്മിലുള്ള വ്യത്യാസം 2 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 4ഉം 6ഉം ആയിരിക്കും എന്നല്ലേ? 6ഉം 4ഉം, 6 പെന്നിനും 4 പെൻസിലിനും 6ഉം 4ഉം കൂടി കൂട്ടിയാൽ 10 കിട്ടും. പിന്നെ 6ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 2ആണ്. പെൻസിലിനേക്കാൾ 2 രൂപ കൂടുതലാണ് പെന്നിന്. ഇത് നമുക്ക് ഇക്വേഷൻസ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്നാണ് ഹെഡിങ്. എന്നുവെച്ചാൽ ജോഡി വേണം, 2 എണ്ണം വേണം ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. എന്തുകൊണ്ട്? 2 എണ്ണത്തിൻ്റെ വില കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമുക്ക് പെയർ വേണം, ജോഡി വേണം. അത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇൻ മാത്തമാറ്റിക്സ് the pen the equation is not a written equation. Should not be written 1 pen plus 1 pencil equal to 10. For instance, pen, the value of pen we assume x and the value of pencil y. അപ്പോൾ എക്സും വൈയും കൂട്ടിയ 10, x plus y equal to
10. ഇനി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എക്സും മൈനസ് വൈ ഈക്വൽ ടു 2. ഇത് രണ്ട് ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഇവിടെ രണ്ട് ഇക്വേഷനിലും എക്സും വൈയും ഉണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാളെ ഇല്ലാതെയാക്കണം, അബോളിഷ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 1 2 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സും 2x, പോസിറ്റീവ് വൈ നെഗറ്റീവ് വൈ, പോസിറ്റീവ് വൈ പ്ലസ് നെഗറ്റീവ് വൈ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വൈ പോയി, y is vanished. 10 plus 2 12, 2x equal to 12. അപ്പോൾ നമുക്ക് ഇപ്പം എന്ത് കിട്ടി? ഒരു ഇക്വേഷൻ കിട്ടി. അതിനകത്ത് ഒരു വാല്യൂ മാത്രമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, എക്സ്. അപ്പോൾ ഇവിടെ കൂട്ടിയപ്പോൾ ഒരു y വേരിയബിൾ പോയി. അപ്പോൾ 2x equal to 12. if 2x equal to 12, x equal to 6. എക്സിൻ്റെ വില കിട്ടി. എക്സിൻ്റെ വില കിട്ടിയാൽ നമുക്കറിയാം എക്സ് 6 ആണെന്ന് വെച്ചാൽ പെന്നിന് 6 ആണ്. അപ്പോൾ ബാക്കി പെൻസിലിന് എത്രയായിരിക്കും? രണ്ടും കൂടി കൂട്ടിയാൽ 10 കിട്ടണ്ടേ? പെൻസിലിന് 4 ആയിരിക്കും. അതെങ്ങനെ കിട്ടുക? നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വാല്യൂ എക്സിൻ്റെ വാല്യൂ ആണ്. അത് ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ഇക്വേഷൻ 1 ആണ്. നോക്കാം. ഇക്വേഷൻ 1 ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സിൻ്റെ വില 6 കൊടുത്തു. പുട്ട് എക്സ് ഈക്വൽ ടു 6 പ്ലസ് വൈ ഈക്വൽ ടു 10. അപ്പോൾ ഈ വൈ കിട്ടാൻ വേണ്ടി പ്ലസ് 6 അപ്പുറം പോകുമ്പോൾ -6 ആവും. 4 കിട്ടി. അപ്പോൾ പെന്നിൻ്റെ വില 6, പെൻസിലിൻ്റെ വില 4. I hope you understood it clearly. If any doubt, please ask me. Thank you.